നിനക്ക് വേണമെന്നല്ലേ പറഞ്ഞു. ഇതൊക്കെ ആരെങ്കിലും തിന്നോ? കൊടുക്കണ്ട ഗൈസ്, കുറച്ചൊരു കൊതി വിട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. ചുമ്മാതെയാണ് ഗൈസ്, നമ്മൾ വെറുതെ വർക്കൽ കറങ്ങാൻ പോവുകയാണ്. എന്നാ എനിക്ക് വണ്ടി ഓടിക്കണ്ട, കാരണം എന്താണ്, അവനുണ്ട് ഓടിക്കാൻ. അതൊക്കെ ബ്ലോഗിൽ കാണും. ഉമ്മച്ചി ഇരുന്ന് അഗ്നി സത്യം തുറന്നു പറഞ്ഞു ഗൈസ്, പക്ഷെ നിങ്ങൾ കേൾക്കാൻ പാടില്ല, കാരണം അങ്ങനെ ഒരു കാര്യമാണ്. ഗൈസ്, ഞാൻ വണ്ടിയുടെ പുറത്ത് വെച്ചിട്ട് ഹെഡ്സെറ്റ് മറന്നുപോയി. ഹെഡ്സെറ്റ് ഇരിക്കുന്നു വണ്ടീന്റെ പുറത്ത്. നമ്മളെ ഹെഡ്സെറ്റ് വണ്ടിയുടെ പുറത്ത് ഇരിക്കുകയാണ്. നമുക്ക് എടുക്കാം. മറന്നു പോയി, എന്ത് ചെയ്യാനാ എന്നെ കാരണം. ഞാൻ വെച്ചിരുന്നാണ് ഇരിപ്പുണ്ട്. കിട്ടി കിട്ടി കിട്ടി. ഞാൻ ഒരു സംഭവം തന്നെയല്ലേ. ഗൈസ്, നമ്മള് പോവയാണ്. എവിടെ പോണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ എവിടെ പോണെന്ന്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. ഇടത്തില്ലടാ. നീ എന്തോ ചെയ്യടാ, നീ ഇട്ടില്ലെങ്കി ഇറക്കി വിടും. ഗൈസ്, എന്നെ ഇറക്കി വിടുമെന്ന്. ഇവര് എത്ര ഉണ്ട് എന്നെ ഇറക്കി വിടാൻ? നിങ്ങൾ ചോദിക്കണം. ഓക്കെ, നമ്മളിന്ന് എവിടെ പോണ്? പിന്നെ നമ്മൾ എവിടെ പോകുന്നു? ഈ സ്കൂള് പണ്ട് ഞാനും നീയും കൂടെ ഇതിലേക്കൂടെ സ്കൂളിൽ നടന്നു വരുന്ന ഓർമ്മയുണ്ടാ കൊച്ചേ? അവിടെ ബസ് ഇറങ്ങിയിട്ട് പറയടാ. ഗൈസ്, ഇവിടെയാണ് നമ്മള് ബസ് സ്റ്റോപ്പ്. അത് അങ്ങോട്ടാണ് ബസ് സ്റ്റോപ്പാണ്. പണ്ട് ഇവിടെയാണ് നമ്മള് ഇവിടെ നിൽക്കുന്ന ഈ സ്പോട്ടിലാണ് നമ്മൾ നിന്നോണ്ടിരുന്നത്. ബസ് കാത്ത് നിൽക്കുമായിരുന്നു. ഞാനും ഇവനും 6ാം ക്ലാസ് വരെ, 5ാം ക്ലാസ് മുതലും ജമുന സ്കൂളിലായി. അപ്പൊ നമ്മള് പിന്നെ വാൻ കാത്ത് വെക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ 10ാം ക്ലാസ് ഒക്കെ ആയ സമയത്തെന്ന് വെച്ചാല് നമ്മള് വാൻ നിർത്തി ബസ്സിൽ പോകാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഈ വഴികളിലൂടെ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോവും. താത്ത അനിയനോട് ഇങ്ങനെ നടന്നു പോവും. എനിക്ക് ഓർമ്മയുണ്ടാ കൊച്ചേ? ഓർമ്മയുണ്ടാ? നമ്മള് കൊറേ നടക്കും. നമ്മളെ വീട്ടിൽ നിന്ന് അവിടം വരെ നടക്കും. പിന്നെ ബസ് ചില സമയത്തൊന്നും ബസ്സൊന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നിന്ന് അവിടം വരെ ഇങ്ങനെ നടന്ന് പോവും. ഇവിടെ വെച്ചിട്ട് ഞാൻ പണ്ട് രാജാനെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു. ഇവിടെ വെച്ച് രാജ ഇങ്ങനെ ബൈക്കിൽ പോവും. അപ്പൊ രാജ ഇങ്ങനെ ബൈക്കിൽ പോവണ സമയത്ത് എന്നെ തിരിഞ്ഞു നോക്കും. ഇപ്പൊ ഞാൻ ഉമ്മച്ചിനോട് ഇരുന്ന് പറയുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ ഗൈസ്? അപ്പൊ നമുക്ക് പറയാം. അപ്പൊ നമ്മളെ സ്കൂള് കാണിച്ചുതരാം. അപ്പൊ നമ്മളെ സ്കൂള് മേൽവെട്ടൂർ ജംഗ്ഷൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ദാദാ ഇങ്ങനത്തെ പയ്യെ പോടാ താഴോട്ട്. ഇവിടെ ദാദാ ജംനോ സ്കൂൾ. അതാണ് നമ്മളെ സ്കൂള് ഗൈസ്. അപ്പൊ നമ്മളെ സ്കൂൾ ഇതാണ് നമ്മളെ ബസ് സ്റ്റോപ്പ്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് നമ്മള് വീട്ടിലോട്ട് ബസ് കയറി പോണം. ഇതാണ് നമ്മളെ മേൽവെട്ടൂർ ജംഗ്ഷൻ. നിങ്ങൾക്ക് എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ ഒരു പച്ചക്കറി കടയാണ്. ഈ പച്ചക്കറി കടയിൽ ഒരു കൊച്ചു ഹായ് കാണിച്ചെന്നെ നോക്കി. ചുമ്മാതെയാണ്, എന്നെ കാണാൻ പോലും പറ്റൂല. പിന്നെ ഇവിടെയാണ് നമ്മളെ വെട്ടൂര്. ഇവിടെയാണ് നമ്മളെ മേൽവെട്ടൂര്. ഞാൻ പിന്നെ ഒരാളെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ കൊണ്ടുവരണ്ടേ ഗൈസ്? ഞാൻ കൊണ്ടുവന്നെങ്കിൽ അത്രയും നല്ലതാണ് ഗൈസ്. എനിക്കറിയാം നല്ലതാണ്. പക്ഷെ ചില സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെല്ലാരും കല്യാണം കഴിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിന്റെ അർത്ഥം. ചില സമയത്ത് ഒരു കിർക്കത എല്ലാവർക്കും കണ്ണാടി കാണണ്ടെന്ന് ഞാൻ വ്ലോഗ് എടുക്കട്ടെ. അപ്പം നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ ഇവിടെ അടിയാണ് ബാങ്ക് റിലയൻസ് ഒന്ന് തീരുമാനിക്കൂ. അപ്പം അമ്മച്ചിയുടെ വാശി തന്നെ നടക്കട്ടെ. റിലയൻസിലോട്ട് പോവാം. പയ്യാണ് സംസാരിക്കുന്നത്. ഞാനും ഉമ്മച്ചും പൊരിഞ്ഞടിയായിരുന്നു. അഹമ്മദ് കാരണം എനിക്ക് മുതുകത്തുനിന്ന് എറി കിട്ടിയില്ല.
ഞാൻ ഒരു മുട്ട എറിഞ്ഞ് പൊട്ടിച്ച്, പാത്രം പൊട്ടിച്ച്. ഗൈസ് എന്നെ ഭയങ്കരമായിട്ടിട്ട് ടോർച്ചർ ചെയ്ത് ഗൈസ്. അപ്പൊ അങ്ങനെ ടോർച്ചർ ചെയ്ത സമയത്ത് എനിക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ചെയ്തതാണ്. എനിക്ക് എന്നെ ഒരുമാതിരി പറഞ്ഞ്, അപ്പൊ എനിക്കങ്ങ് വിഷമമായി പോയി. ഉമ്മ ആണെങ്കിലും വിഷമമായതാണ്. എന്നിട്ട് ഞാൻ പിന്നെ ഉമ്മ അല്ലേ, അപ്പം നമ്മൾ പോയി സംസാരിക്കണം, അപ്പൊ നമ്മൾ പോയി മിണ്ടണം. പക്ഷെ ഞാൻ എല്ലാരെയും പോലെ ഇങ്ങനെ മിണ്ടാതെ വീട് വിട്ടു പോയി അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഉമ്മച്ചി എന്റെ അടുത്ത് ഞാൻ പാത്രം എറിഞ്ഞും പൊട്ടിച്ചാലും ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് ഒന്ന് സംസാരിച്ചില്ലേ? അല്ലേ ഉമ്മ? ഗൈസ്, ഉമ്മച്ചിക്ക് എന്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. ഞാൻ പോവില്ല, നിങ്ങളാണെങ്കിൽ ഇറങ്ങി പോവാൻ പറഞ്ഞു. അങ്ങനെ വലിയ അടിയുണ്ടായി. അപ്പൊ ഇവ എന്നെ രക്ഷിച്ച്. ഉമ്മച്ചി കുറെ പാത്രം വെച്ച് എന്നെ മുതുകിൽ എറിയാൻ നോക്കി. പക്ഷെ അഹമ്മദ് വന്നിട്ട് അത് തടഞ്ഞ് ഒരെറി കിട്ടി ഗൈസ്. പക്ഷെ അതെനിക്ക് നൊന്ത് കേട്ടാ, നല്ലതുപോലെ ഒരെണ്ണം കിട്ടി. നീ അത് അറിഞ്ഞാ അതെന്തിനു വെച്ചടിച്ചത്? ഇതാണ് ജമുന സ്കൂളിന്റെ 7. അത് വാവേനെ എടുക്കാൻ വരുന്ന വാനാണ്. നമ്മൾ എടുക്കാൻ വരുന്ന വാൻ 6 ആണ്. കൊച്ചേ, നീ എന്നെ എറിഞ്ഞത് കണ്ടാ? ഒരെറി കിട്ടിയത് അറിഞ്ഞാ? ഇടയിൽ കൂടെ എങ്ങനെയോ ഒരെറി കിട്ടി. മൂന്ന് ഇങ്ങനെ ഇരിക്കാന്ന് അറിയാൻ വേണ്ടി അവൻ പറ്റില്ല. പിന്നെ ഉമ്മച്ചിനെ കൊണ്ട് എന്റെ ഭാഗമായിരുന്നു. കാരണം എന്റെ ഭാഗത്തായിരുന്നു ശരി. ജംഷീനെ പോലെ ഇരുന്നില്ലേ? എന്റെ ഭാഗത്തായിരുന്നു ശരി. ചെമ്മീൻ വെച്ചോണ്ട് നിക്കുന്ന മാമനെ കണ്ട് അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവസാനം പിന്നെ ഇവൻ എന്നെ ഉമ്മച്ചീനെയും തമ്മില് നല്ലതുപോലെ ആക്കി. എന്നിട്ട് അവ ഇറങ്ങിപ്പോയി. എന്നിട്ട് ഞാൻ പോയി ഉമ്മച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ചോദിച്ച് എന്തോ ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് പോയിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും മുതുകിനെറി കിട്ടിയത്. പിന്നെ ആ സമയത്ത് പോയില്ലേ, ഇവ എന്നെ സമാധാനിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. അങ്ങനെ ഇതാ ലുലു മാള്. വർക്കലക്കാരുടെ ലുലു മാൾ. അതാണ് നമ്മളുടെ സ്മാർട്ട് ബസ്സാ. അങ്ങനെ നമ്മൾ സ്മാർട്ട് ബസാറിൽ എത്തി ഗായ്സ്. ഇനി ഉമ്മച്ചീനെ ഇവിടെ ഇറക്കി വിട്ടിട്ട് നമുക്ക് താഴെ പോയി പാർക്ക് ചെയ്യാം. തന്നെ കൊച്ചേ ഇവിടെ ഭയങ്കര പാടാണോ കൊച്ചേ? സ്ഥലമില്ല. സ്ഥലം ഉണ്ടാക്കും അല്ലേ? ഉമ്മച്ചിക്ക് ഇവിടെ കേറുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. ഉച്ചതോ കേറിപ്പോയി. ഇവിടെ കേറുമ്പോഴാണ് ഉമ്മച്ചിയുടെ ഹാപ്പിനെസ്. നിങ്ങൾക്കുണ്ട് ഗൈസ് ഇതേപോലെ ഉമ്മമാര് ഇങ്ങനെ സ്മാർട്ട് ബസാറിൽ കയറുമ്പോഴത്തേക്കും ഹാപ്പിനെസ് കണ്ടെത്തുന്ന? എൻ്റെ ഉമ്മച്ചി അങ്ങനെയാണ്. ഉമ്മച്ചിക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെങ്ങനെ ഇവിടെ എത്തി ഗൈസ്. അവൻ അതിസാഹസികമായി വളച്ചിട്ടു. ഓക്കെ, നമുക്കിനി അകത്തോട്ട് പോവാം. കിഴങ്ങെടുക്കുന്ന ഉമ്മച്ചി. തണ്ണിമത്തം വേണോ കൊച്ചി? തണ്ണിമത്തിന് എത്ര? 29 രൂപയോ? എടുത്തു. നമ്മളൊരു സിഗ്നേച്ചർ എന്ന് പറയുന്നൊരു അത്തർ വാങ്ങി. സിറ്റ് അത്തറാണ്, അടിപൊളിയാണ്. അപ്പം വാങ്ങിത്തന്നു. നമ്മൾ പുതിയ ഫ്ലേവറിന് കുർക്കുറിന്റെ പുതിയ ഫ്ലേവർ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇത് ഓൾഡ് പച്ചയും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ലേസിന്റെ. നമ്മൾ പുതിയത് ഇറങ്ങുമ്പോ പുതിയത് ട്രൈ ചെയ്യണം. ഞാൻ തിന്ന് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം. ഓക്കെ, ഷെസ്വാൻ. നിനക്ക് വേണമെന്നല്ലേ പറഞ്ഞ? ഇതൊക്കെ ആരെങ്കിലും തിന്നോ എന്നാണ് ചോദിച്ചത് ഇവൻ. ഇതൊക്കെ ആരും തിന്നോ ഇവൻ പറഞ്ഞാണ്. കൊടുക്കണ്ട കൈസ്, കുറച്ചൊരു കൊതി വിട്ടു. അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ്. നിങ്ങൾ പൊടിയുണ്ട കാര്യം അറിഞ്ഞൂടെ? തട്ടി അടി തട്ടി വണ്ടിയിൽ വേണ്ടേ? പിന്നെ നിങ്ങൾ നോക്കി വെച്ചോ. ഇത് ഷെസ്വാൻ ചട്നിയൊക്കെ ഉള്ളു.
നമ്മളെ മുറിപ്പൂരില് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എനിക്ക് റെഡ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് രണ്ട് പീസ് എടുത്തതാ. ഇല്ല, അത് ഒരെണ്ണം എന്താണ് ലേസിനെ മറക്കാൻ പാടില്ല. ലേസ് സൂപ്പറാണ്, പക്ഷെ ലേസിന്റെ ഓറഞ്ച് ഫ്ലേവർ കിട്ടാന്ന് വെച്ചാ റെയർ പീസ് ആണത്. ഭയങ്കര ടേസ്റ്റ് ആണ്. കേക്ക് ഇവിടെ എനിക്ക് കയറണം. സൂപ്പർ ഗൈസ്. ഞാൻ ചെന്ന് എടുത്തിട്ട് വരാം. ഫോൺ തറയിൽ വീഴുവോ ഗൈസ്? സാഹസികമായ യാത്ര. ഗൈസ് നമുക്ക് ഈറ്റിംഗ് ചലഞ്ച് നടത്തിയാൽ ആരാണ് ആദ്യം തീർന്നു തീർക്കണം? അയ്യോ അത് പറ്റൂല, നിന്റെ ലേസ് കുറച്ചല്ലേ ഉള്ളൂ. നമുക്ക് സെയിം വാങ്ങിയിരുന്നെങ്കിൽ ഈറ്റിംഗ് ചലഞ്ച് നടത്താമല്ലോ. ഇവിടുത്തെ മരം മുറിച്ച് നല്ലൊരു തണലുള്ള മരമായിരുന്നു. ആ മരം ഇവര് മുറിച്ച് ഗൈസ്. കാണുമ്പോ വിഷമാവുന്നുണ്ട്. കാരണം പണ്ട് കാറൊന്നും ഇല്ലായിരുന്ന ടൈമില് നമ്മളെ നടപ്പാതയായിരുന്നു. ഈ നടപ്പാതയായിരുന്ന ടൈമില് നമ്മള് സ്ഥിരം ഇവിടെ വന്ന് ബസ് കാത്തിരിക്കും. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. അപ്പം ഇവിടെ വന്നിട്ടാണ് ഞാനും ഉമ്മച്ചി ഇവനും കൂടെ വീട്ടിൽ പോണത്. എന്ന് വെച്ചാ ഇവിടെ വന്ന് ബസ് കാത്തിരിക്കുമ്പോ കുറെ നേരം കഴിയുമ്പോ ബസ് വന്നു. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇതിന്റെ അപ്പുറത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷെ ആരും ഇവിടെ നിൽക്കൂല. ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും, പക്ഷെ ആരും അവിടെ ഇരിക്കൂല. എല്ലാരും ഈ മരത്തിന്റെ മൂട്ടി ഒന്ന് നിൽക്കും. എനിക്ക് തോന്നുന്നു ഈ മരത്തിന്റെ തണലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവരെല്ലാരും ഈ ഇതിന്റെ മൂട്ട് വന്ന് നിൽക്കുന്ന. അതിലാരും നിൽക്കില്ല. കൊച്ചി ഇപ്പൊ എവിടെയാണ് നിക്കണേന്ന് കണ്ട? അത് വർക്കിംഗ്, അതായത് ഈ മരം മുറിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇതോ കണ്ട ആ ബസ് ഇപ്പൊ അവിടെ നിർത്തിയണ്ട. ആ മരം മുറിച്ചോണ്ടാണ് ഈ ബസ് അവിടെ നിർത്തിയത്. മനസ്സിലായില്ലേ ഗൈസ്? അപ്പോ ഇതിന്റെ ഗുട്ടൻസ് ഇത്രയേ ഉള്ളൂ. ആൾക്കാർ ഇത്രയും നാളെ എന്തുകൊണ്ട് ഈ ബസ് സ്റ്റോപ്പിൽ പോയി ഇരിക്കാതെ ഇവിടെ നിന്നെന്ന് വെച്ചാൽ ഈ മരത്തിന്റെ തണലുള്ളത് കൊണ്ടായിരുന്നു അവർ ഇത്രയും നാൾ ഇവിടെ നിന്നു. ബസ് സ്റ്റോപ്പില് ഫോൺ ബസ് സ്റ്റോപ്പില് വെയിലടിക്കും, പക്ഷെ നമ്മളെ മരത്തിന്റെ മുട്ടില് വെയിലടിക്കൂല. അതാണ് ആൾക്കാർ അങ്ങനെ നിന്നത്. പറ, നമ്മളിവിടെ പണ്ട് കൊച്ചേ നമ്മൾ പണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കളയൊക്കെ പറ. നീ പറയടാ. ആർക്കും ഓർമ്മയില്ല. ഇപ്പൊ വാങ്ങാം പറ. എന്റെ പൊന്നു, ഞാൻ ഉമ്മച്ചിയും കൂടെ ഇവിടെ എത്ര നാള് ബസ് കാത്ത് വന്നിട്ടുണ്ട് കൊച്ചേ. ഗൾഫുകാരനായപ്പോ ഭയങ്കര ഇത് തുപ്പിയാ. ഇങ്ങനെയുള്ള കൊറേ ആൾക്കാർ നമ്മള് നീ ഇപ്പൊ എന്നെ ലേസ് തൊട്ടോ നിന്റെ ലേസ് തന്നെയല്ലേ? പറ, നീ ബസ് കാത്ത് നീ ഇവിടെ ബസ് കാത്ത് നിന്നിട്ടില്ലേ? സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് ലേസ് തട്ടിപ്പറിക്കാനുള്ള. ഗൈസ്, അങ്ങനെ ബാക്കി കഥ പറയട്ടെ. ഗൈസ് പറ കൊച്ചേ, പണ്ടത്തെ നമ്മളെ പണ്ട് ഇത്രയും സോറി സാധനം തൂക്കി പിടിച്ചോണ്ട് നടക്കണമായിരുന്നു. കഷ്ടപ്പെടുന്ന വനിതയായ ഞാൻ പാട്ട് പറ, കോപ്പിറൈറ്റ്. കഷ്ടപ്പെടുന്ന വനിതയായ ഞാൻ എന്നിട്ട് വെയിലത്തിന് എടുത്തോണ്ട് പോവോ? അപ്പൊ നമ്മൾ ഇന്ന് ഈ അടുത്ത കേക്ക് കടയിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ബായ് ബായ് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത കേക്ക് കടയിലോട്ട് പോവുകയാണ്. കാരണം കുറച്ച് സാധനങ്ങൾ കൂടെ കിട്ടാനുണ്ട് ഗൈസ്. വേണോ ഒട്ടത്തിന്? ഇഷ്ടപ്പെടുന്നില്ല.
ഹൻസികയ്ക്ക് എന്ത് കുഴപ്പം? അവരൊക്കെ 5 മില്യൺ കിട്ടി. 5 മില്യനാണ്. 5 മില്യൺ പ്രസവ വീഡിയോക്ക് 5 മില്യൺ കിട്ടിയ പിന്നെ നല്ല പൈസ കിട്ടി കാണാം. ഓന്ന് കൈ നിറയെ പൈസ ആയിട്ട് പോകാൻ പറഞ്ഞു. ഏത് മോൻ? അവനെ പ്രസവിച്ച മോൻ. ഇങ്ങോട്ടല്ലേ നമ്മളിവിടെ പ്രിന്റ് ഒക്കെ എടുത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അഹമ്മദിന് എന്തോ സാധനം വാങ്ങണമെന്നും പറഞ്ഞ് അഹമ്മദ് പുറത്തോട്ട് പുറത്തോട്ട് പോയിക്കുന്നു. ഞാനും ഉമ്മച്ചി ഇവിടെ പോസ്റ്റാണ് ഗൈസ്. നമ്മളെവിടെ പോസ്റ്റ് ആക്കി ഇരുത്തിയിട്ടാണ് അവൻ പോയത്, കള്ളൻ. അങ്ങനെ ഇപ്പൊ എന്തോ ആണ്. ഇനിയിപ്പോ എവിടെയൊക്കെ പോയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കേക്കിനുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയതാണ് ഗൈസ്. എന്ന് വെച്ചാൽ എനിക്ക് 14-ാം തീയതി ഒരു കേക്കുണ്ട്, 15-ാം തീയതി 2 കേക്കുണ്ട്. 14-ാം തീയതി ഒരു കേക്കാ 2 കേക്കാ? 14-ാം തീയതി ഒരു കേക്കല്ലേ ഉള്ളൂ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് 2 കേക്ക് എനിക്ക് ഡെലിവറി ചെയ്യാനുണ്ട്. എന്താണല്ലേ 2 കേക്കെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് 5 കിലോ ഒന്നുമില്ല, ആകെ 2 കിലോ ഉള്ളൂ. ഈ 2 കിലോ കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യണം. ഇനി ചെന്നിട്ട് ഫോണ്ടൻ്റെ ഡെക്കറേഷനൊക്കെ ഉണ്ട്. അപ്പം അതും കൂടെ ചെയ്തിട്ട് നമുക്ക് കേക്ക് കൊണ്ട് കൊടുക്കണം. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരിത്താണ് ഓർഡർ തന്നത്, ഒരു കുഞ്ഞു കൊച്ചിൻ്റെ 2 മാസമായ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കേക്ക് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഒരു ടെഡി ബീൻ്റെ തലയൊക്കെ വരയ്ക്കണമായിരുന്നു. ഇന്നലെ രാത്രി മൊത്തം തല വരയ്ക്കാനുള്ള കഷ്ടപ്പാടില്ലായിരുന്നു ഗൈസ്. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് തലയൊക്കെ വരച്ച്, പിന്നെ ഒരു എന്തു പറയുന്ന ഒരു യെല്ലോ കളറ് ലവ് വന്നിട്ടുള്ള കൊച്ചിൻ്റെ പേര് എഴുതിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം 2 കേക്കിനെയും ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ അഹമ്മദിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ അമ്മച്ചി? നമ്മള് രാവിലെ അടി കൂടിയതിനെ പറ്റി ഉമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? പറ എന്നാലും. ഞാൻ വീരാളി വില്ലത്തി എന്നാണ് ഉമ്മച്ചി പറയുന്നത് ഗൈസ്. എനിക്കിപ്പം നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് ഇവരിങ്ങനെ പറഞ്ഞങ്ങുണ്ടാക്കും. അപ്പം അങ്ങനെ പറഞ്ഞുണ്ടാക്കുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെയാണ്. എനിക്കിപ്പം ആരെങ്കിലും ഇപ്പം ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമെന്ന് വെച്ചാൽ അങ്ങേറ്റ ദേഷ്യം വരും. അപ്പോൾ ഉമ്മച്ചിനെ അടിക്കാനൊക്കെ വന്ന്, ഭയങ്കരമായിട്ട് അടിക്കാൻ വന്ന്. അങ്ങനെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഒരു പാത്രം എറിഞ്ഞ് പൊട്ടിച്ച്. ആ പാത്രത്തിനകത്തൊരു മുട്ട ഉണ്ടായിരുന്നു, ഉമ്മച്ചിയുടെ കോഴിയിട്ട. പക്ഷെ ആ പാത്രം എറിഞ്ഞ് പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത് അതിനകത്തൊരു മുട്ട ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത തെറ്റാണ്. ദേഷ്യത്തിൻ്റെ പുറത്ത് ആ പാത്രം എറിഞ്ഞ് പൊട്ടിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, മനുഷ്യൻ്റെ ഒരു എന്തു പറയുന്ന, നമുക്ക് നമ്മൾ ചെയ്യാത്തൊരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്കങ്ങ് വിഷമോ. ആ വിഷമത്തിൻ്റെ പുറത്ത് ഞങ്ങൾ ചെയ്തു പോയതാണ്. അപ്പം ഇനി ചെയ്യാതിരിക്കാം. ഞങ്ങളാരും ചെയ്യരുത്. ഞാൻ ചെയ്യരുതായിരുന്നു, അതെനിക്കറിയാം ഗൈസ്. അപ്പൊ ഉമ്മച്ചി എന്തിന് ഉമ്മച്ചി പറ എന്ത് ദേഷ്യം ഉണ്ടോ അമ്മച്ചിക്ക്? പാത്രം മേടിച്ചു തരാം, വാങ്ങിത്തരാം. എനിക്ക് പാത്രം മേടിച്ച് തന്നാലേ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ ചെന്നിട്ട് നിന്റെ കേക്കെടുത്ത് കളിയുന്നു. രാവിലെ ഇതൊന്നും അല്ലായിരുന്നു, വീരകാളി ഭദ്രകാളി. എനിക്ക് അടിക്കണം, നമ്മളെ മുതുകരിക്ക് പൊളിക്കണം. അഹമ്മദ് ഇല്ലായിരുന്നെങ്കിൽ ഇന്നവിടെ ഉമ്മച്ചി എന്നെ അടിച്ചൊരു പരുവാക്കിയിട്ടേനെ. അപ്പൊ ഞാൻ അങ്ങ് തടയും. പിന്നെ എനിക്ക് ശരീരം നോക്കുമ്പോ പിന്നെ ഞാൻ തടയത്തില്ലേ. ഞാൻ ഒന്ന് തടഞ്ഞാ പറയണ എന്തിനെന്നറിയാവോ, ഞാൻ അടിച്ചെന്ന്. ഇപ്പൊ നമ്മളെ ശരീരം നമുക്ക് നൊന്ത് ഗൈസ്. അപ്പൊ നോക്കുമ്പോ നമ്മളിങ്ങനെ തടയൂലേ, ഈ തടയുമ്പോ പറയണ എന്തെന്നറിയാവോ, നീ അടിച്ചെന്നാണ് പറയണം. നമ്മൾ ചിരി വരും ചില സമയത്ത്. പിന്നെ ഇങ്ങനെ വെച്ച് ഓഹോ അടിക്കാനായി, ഇങ്ങനെയാണ് പറയണത്. അത് കേൾക്കണം. ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാ? ഇങ്ങനെ ഉമ്മച്ചി നിങ്ങളൊന്ന് വിചാരിക്കണം, ഞാൻ നിങ്ങൾ അടിക്കണതല്ല, ഞാൻ തടയണതാണ്, അടി തടയണതാണ്. അത് മനസ്സിലാക്ക്. അതില് നീ അടിക്കാനൊക്കെ ആയി, നീ പഠിക്കാനായി, അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ടോക്കാണ് ഉമ്മച്ചിക്ക്. ഉമ്മ നമ്മൾ അടി കൂടും ഗൈസ്, പക്ഷെ നമ്മളത് മനസ്സിലൊന്നും വെക്കാറില്ല. എനിക്ക് ഉമ്മച്ചിയും അഹമ്മദ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഉമ്മച്ചിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. സോപ്പടിയാണോ മനസ്സിലായി? സോപ്പടിയൊന്നുമല്ലേ, കാര്യം പറഞ്ഞ പാത്രം ഞാൻ വാങ്ങാം.
പാത്രം ഞാൻ വാങ്ങും. ഇത് മൊത്തം മാത്രം ഇല്ല വാങ്ങും, നമ്മൾ വാങ്ങും ഗൈസ്. പാത്രം നമ്മൾ വാങ്ങിയിരിക്കും. കാരണം ഞാൻ ഒരു പാത്രം എവിടെ പൊട്ടിച്ചത് ഞാൻ ഇത് തെറ്റാണ്. അപ്പൊ നമ്മൾ പാത്രം വാങ്ങും. പച്ച കളർ പാത്രം തന്നെ വാങ്ങിയാലോ? ഏത് വാങ്ങിച്ചാലും ഇരിക്കാണല്ലേ AC ഇടണ്ടേ? പിന്നെ നമ്മളെ ചൂടത്തിരുത്തിട്ട് പോയി ഗൈസ്. ഓ നീ ആരാ? നീ ഇവ ഉള്ളപ്പം പോകുമ്പോ ഇവ ഉള്ളപ്പം ഇത് ആടി കിടക്കണത് നാറ്റം മദർ എന്താ നാറ്റം? നാറ്റം പോലെ നീ വന്നതാണ് ഇവിടുത്തെ നാറ്റം. നീ പറഞ്ഞു അമ്മച്ചി അമ്മച്ചി നോക്കി പകുതി പവറുണ്ടാ മക്കളാവും അവർക്ക് അമ്മയെന്നോ ഗൈസ്. അപ്പൊ നമ്മൾ ഇനി കേക്ക് ഡെലിവറി ചെയ്യണം. അപ്പൊ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. 2 കിലോയാ? 1 കിലോ അല്ല, 1 കിലോ, രണ്ടും കൂടെ 1 കിലോ. 1 കിലോയുടെ കേക്ക് 1/2 കിലോ വെച്ചിട്ട്. ഗൈസ് നിങ്ങൾ ഈ വ്ളോഗ് നിങ്ങൾ കാണണം. ഈ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയണം ഞാൻ 1 കിലോ ആണ് 2 കിലോ ആണോ പറഞ്ഞത്. അപ്പം നിങ്ങക്ക് മനസ്സിലാവും എന്റെ ഉമ്മച്ചിക്ക് എത്ര ഓർമ്മയുണ്ട്. 2 കിലോ നീ ഒന്ന് എടുത്ത് നോക്കിയാണ് അപ്പൊ അറിയാം. ചെവി ഞാൻ ഇതിന് 2 കിലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും എന്റെ ഉമ്മച്ചിക്ക് എത്ര ഓർമ്മയുണ്ട്. 1 കിലോ ആണ് ഗൈസ്. എന്റെ ഉമ്മച്ചിയുടെ ഓർമ്മ ശക്തി 50 വയസ്സ്. ഓരോന്നും പറയുന്നത് ഇനിയിപ്പോ ഇതിന്റെ പേര് ഇനിയിപ്പോ പറയും ഇനിയിപ്പോ എല്ലാം പറയണത് അങ്ങനെയാണെന്ന്. ഗൈസ് ഞാൻ പറഞ്ഞുതരാം. ചില സമയത്ത് ഇവര് പറയണത് മാറി, ചില സമയത്ത് ഞാൻ പറയണം. എല്ലാ ശരി എന്നെ പറയണേ ഞാൻ ഇവിടെ എല്ലാ ശരിക്കും തോന്നണുണ്ട്. ഓ പറയുന്നില്ല നീറസ്ക് വാങ്ങിട്ട് വാ. നീ വാങ്ങണം, എനിക്ക് വണ്ടി ഇവിടെ പാർക്കിംഗ് ഇല്ല. പിന്നെ എനിക്കൊന്നും പോയാ നമ്മ നിരഞ്ജന്റെ ബേക്കറിന്നോ? ഇല്ല ഇവിടുത്തെ നല്ലത്, ഇവിടുത്തെ നല്ലത്. ഗൈസ് നിങ്ങൾക്ക് ഗീറസ്ക് ഇഷ്ടമാണ്, ടീറസ്ക് ഇഷ്ടമാണ്. ടീറസ്ക് അടിപൊളിയാണ്. നമ്മള് ചായയിൽ ഇങ്ങനെ മുക്കി ഇങ്ങനെ കടിച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ കേക്ക് പൊതിഞ്ഞു. ഇനി നമ്മൾ കേക്ക് കൊണ്ട് ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഹെൽമെറ്റ് എന്തിന്? നമ്മളിവിടെ അടുത്താണ് പോണത്. നമ്മൾ കേക്ക് കൊണ്ട് ഞാൻ ക്ഷീണിച്ചു ഗൈസ്, ഞാൻ ക്ഷീണിച്ചു. എൻ്റെ മുടിയൊക്കെ കൊണ്ടാ. അപ്പം നമ്മൾ കേക്ക് കൊണ്ട് ഡെലിവറി ചെയ്യട്ടെ. എന്തിനാണോ ഒന്നും ഒരു കേക്ക് കൊണ്ട് വെച്ചേക്ക് നോക്കിയാണ്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുത്താൽ ഇത് തന്നെ. അപ്പം നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തിട്ട് വരാം. ഉമ്മ ടാറ്റാ ടാറ്റാ ബൈ. ഗൈസ് നമ്മൾ അതിസാഹസികമായി കേക്ക് ഡെലിവറി ചെയ്തു. യെസ്, എന്തിന്റെ കൂടെയും ഒരു അതിസാഹസികം ചേർക്കണം മിസ്റ്റർ അഹമ്മദ്. അതാണ് ഇവിടെ റോഡിൽ പട്ടി. ഗൈസ് ആ പട്ടി ഭയങ്കര ആപത്താണ്. നമ്മൾ കഴിഞ്ഞു ഗൈസ്. ഇപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റാ.